This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. തൊള്ളത്തുവേൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ പ്രഥമ വാർഷികാഘോഷവും സാംസ്കാരിക സായാഹ്നവും കാരുണ്യ ധനസഹായ വിതരണവും ഏപ്രിൽ 5 ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 3:30 വർണ്ണാഭമായ ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പുരുഷ ശിങ്കാരിമേള സംഘങ്ങൾ മാറ്റുരയ്ക്കുന്ന വമ്പിച്ച മത്സരം നടക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രമുഖ ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കാരുണ്യ ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിക്കും. സംഘം സെക്രട്ടറി നിതീഷ് VP സ്വാഗതം ആശംസിക്കും. സംഘം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പ് സാംസ്കാരിക പ്രഭാഷണവും സമ്മാനദാനവും നടത്തും. ഗ്രാമശ്രീ ട്രഷറർ വിനയചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തും. സെക്രട്ടറി നിതീഷ് VP, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജു NV എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആദ്യമായി തന്നെ നമ്മളെ ഗ്രാമശ്രീയുടെ ക്ഷണം സ്വീകരിച്ചൊരു പത്രസമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം തൊള്ളത്തുവേലിൽ സജീവമായി ജീവകാരുണ്യ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുഖ്യധാരയിലുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ആ ഒരു സംഘടനയുടെ 1ാം വാർഷികം ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി സജീവമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 5-ാം തീയതി വൈകുന്നേരം 3:30 മുതലാണ് നമ്മളെ പരിപാടികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു ഘോഷയാത്രയോട് കൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശിങ്കാരിമേള മത്സരമാണ്. നമ്മളതിൽ വരുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ശിങ്കാരിമേള, പുരുഷ ശിങ്കാരിമേള മത്സരമാണ് അവിടെ നടത്തപ്പെടുന്നത്. അതിൽ 1ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 44,444 രൂപയും 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 33,333 രൂപയും 3ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 22,222 രൂപയുമാണ് പ്രൈസ് മണിയായി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ താരം ശ്രീ സന്തോഷ് കീഴാറ്റൂരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക വേദികളിൽ പ്രഭാഷണങ്ങൾ കൊണ്ട് മനുഷ്യനെ കയ്യിലെടുക്കുന്ന പ്രിയപ്പെട്ട VK സുരേഷ് ബാബു സാറ് നമ്മുടെ സാംസ്കാരിക പ്രഭാഷണവും അന്നേ ദിവസം നടത്തുകയാണ്. അതിലുപരി നമ്മളന്ന് നമ്മുടെ നിർധനരായ 4 കുടുംബങ്ങൾക്ക് കാരുണ്യ ധനസഹായ വിതരണം കൂടിയാണ് ആ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത്, വിതരണം ചെയ്യപ്പെടുന്നത്. അത് നമ്മുടെ ആലക്കോട്, ചെറുപുഴ, പെരിങ്ങോ, അതുപോലെ തന്നെ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള ചികിത്സാ സഹായം തേടുന്നവരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു സംഘടന തുടങ്ങിയെങ്കിലും പിന്നീട് വരുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലാണ് നമ്മൾ സജീവമായിട്ട് ഇടപെടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ സന്നദ്ധമായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അവിടെ വൈകുന്നേരം ഭക്ഷണ വിതരണം അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി മഹത് വിജയമാക്കുവാൻ വേണ്ടി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തൊള്ളത്തുവേൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗ്രാമീണ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള സാധാരണക്കാരനായ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു 38 ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രാമശ്രീ സ്വയം സഹായ സംഘം. അപ്പോൾ അതിൽ നമ്മളൊരു ആഴ്ചയ്ക്ക് ഒന്നിരിക്കുക, ഒരു സ്നേഹം കൈമാറുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് നമ്മുടെ നാട്ടിലും നാട്ടിനകത്തും നാട്ടിന് പുറത്തുമായിട്ട് നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് നമുക്ക് കൈവയ്ക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനഹൃദയങ്ങളിൽ നമുക്ക് അതിൻ്റേതായ ഒരു സ്ഥാനം ലഭിക്കുവാനും ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് നാളെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പത്രസമ്മേളനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇത് റിലീസ് ആവുന്നതോടു കൂടിയുള്ള ടൈം കൂടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നത് ശിങ്കാരിമേള മത്സരം വരുന്നത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് 10 മിനിറ്റാണ് നൽകിയത്. ആ 10 മിനിറ്റിൽ അവർ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. ജഡ്ജസായിട്ട് വരുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരാണ് ജഡ്ജസായിട്ട് വരുന്നത്. ചെണ്ട വിദ്വാൻമാരാണ് ജഡ്ജസായിട്ട് വരുന്നത്. സാമ്പത്തിക കൂപ്പണിലൂടെയാണ് നമ്മൾ സാമ്പത്തികം സമാഹരിച്ചത്. അതുപോലെ പരസ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ സാമ്പത്തികം സമാഹരിച്ചിട്ടുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വ്യത്യസ്തമായ ആശയവുമായിട്ട് വരുന്നത്.
പൊതുവേ നമ്മൾ കൈകൊട്ടിക്കളി അതുപോലുള്ള കുറേ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ശിങ്കാരിമേള മത്സരം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തനിമയാർന്നൊരു പ്രകടനം നമുക്ക് കാഴ്ചവെക്കാം. കാരണം ഒരു 10 ടീമൊക്കെ വന്ന് കൊട്ടുമ്പോൾ നാടിനെ തന്നെ ഒരു സൗണ്ടും അതിൻ്റെ മനോഹരതയും കൊണ്ട് വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു പരിപാടിയായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.